അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇന്ന് പറയാൻ പോകുന്നത് ഇസ്ലാമിക്കുള്ള കാര്യമല്ല. ഇന്ന് എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യം പറയാനാണ്. നമ്മൾ ഫീഡിങ് നിർത്താൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. 2 വയസ്സായി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എങ്ങനെയാണ് നിർത്തുക, കുട്ടിക്ക് വിഷമമാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമുക്കാകെ ടെൻഷനായിരിക്കും അല്ലേ. കുട്ടി എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നിർത്തുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാകും. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം രാത്രി മോള് കുടിച്ച് ഉറങ്ങി, രാവിലെ എണീച്ച് കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം തൊട്ടിട്ട് പിറ്റേന്ന് രാത്രി വരെ ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കുവോ എന്താന്ന്, അല്ലെങ്കിൽ എന്താവാ എന്നൊന്നും എനിക്കറിയില്ലേനു. പക്ഷെ എൻ്റെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചത് നമ്മൾ പൊതുവേ കുട്ടികൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ മാറിൽ പാലുണ്ടാവില്ല. അപ്പം ഒരു എന്താ പറയണ്ടേ, നമുക്കറിയാമല്ലോ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാലെല്ലാം തീർന്നിട്ടുണ്ടാവും, വറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചത്. ഞാൻ ഫസ്റ്റായിട്ട് നിർത്തുന്നതാണ്. അപ്പം എൻ്റെ മൂത്ത മോളാണ്. അപ്പം ഞാനങ്ങനെ വിചാരിച്ചിട്ട് ഞാനൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല. അപ്പം പിറ്റേന്ന് രാത്രി എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത്ര കല്ലിപ്പായി, ഭയങ്കര വേദന. അപ്പം ഞാൻ ഒരുപാട് പേര് അന്നേരത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയുന്നത് അത് ഉണ്ടാവും, അത് തനിയെ അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പം എനക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ, ഞാനിങ്ങനെ കരയുന്നുണ്ടായിരുന്നിട്ട്. അപ്പം ഞാൻ പിന്നെ സൗദിയിലായതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൾ ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും വാങ്ങാൻ ഇതാക്കാൻ. അതുപോലെ നാട്ടിൽ നിന്നാണെങ്കിൽ എന്തല്ലോ ഞാൻ ചോദിച്ചു തരും. 2-3 ആൾക്കാർ പറഞ്ഞു മുല്ലപ്പൂ വെച്ചാൽ മതി. പിന്നെ പറഞ്ഞ് യൂട്യൂബ് നോക്കുമ്പോൾ പറഞ്ഞ് ക്യാബേജ് വെച്ചാൽ മതി. പിന്നെ എന്താണ് അതിൻ്റെ പേരെന്ത്, വെത്തില, ഇതൊക്കെ വെച്ചാൽ പോകുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ ഉണ്ടാകുന്ന സാധനം ക്യാബേജ്. എപ്പോഴും ക്യാബേജ് എടുത്ത് ചാടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ ആ സമയത്ത് നോക്കുമ്പോൾ ക്യാബേജ് ഇല്ല. മോനെ, അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് എനിക്കൊന്നും തിരിയുന്നില്ല. ലാസ്റ്റ് യൂട്യൂബ് നോക്കുമ്പോൾ ഒരു ഡോക്ടർ പറയുന്നത് ചൂട് പിടിക്കാൻ പാടില്ല, പിന്നെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ മോശമാണ്. പിന്നെ ഒരാൾ പറയുന്നത് പീഞ്ഞ് കളയാൻ പാടില്ല, അത് കളഞ്ഞാൽ കുട്ടി കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നെയും വരും എന്ന്. അപ്പം ഇതൊന്നും അല്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ശേഷം എനിക്ക് സഹിക്കാൻ വയ്യല്ലോ. ഞാൻ ഒരിക്കൽ വിചാരിച്ച് പാരസെറ്റാമോളായിട്ട് കുടിച്ചാലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ചെയ്ത കാര്യം വിചാരിച്ചാൽ ആ ഒരു കാര്യത്തിന് ശേഷം കേട്ടോ എനിക്ക് നല്ല ഒരു സമാധാനം കിട്ടി. വേദനയൊക്കെ പോയി, പിന്നെ ഒരു വേദനയില്ല കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ഞാൻ എന്താക്കി, കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ ആദ്യം എൻ്റെ മോൾ NICU ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചെയ്തത്. കുറച്ച് ചൂട് എടുത്തിട്ട് ചൂട് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം കുറച്ചൊരു സമാധാനം കിട്ടും. അന്നേരം നമുക്കിങ്ങനെ പീഞ്ഞ് കളയാൻ കഴിയും. കാരണം നമ്മൾ ഇത് മൈൻഡ് ചെയ്യൂല അല്ലേ. അപ്പം സംഭവം അങ്ങനെ നോക്കാണ്ട് നിന്നേരം ഇത് കല്ലക്കെട്ടിപ്പോയി. അപ്പം ചൂട് പിടിച്ചേരം അത് കുറച്ച് സോഫ്റ്റായി. പിന്നെ കളഞ്ഞ് ഞാൻ കുറച്ചെന്നല്ല ഒരുവിധമൊക്കെ കളഞ്ഞ്. അതിന് ശേഷം പിന്നെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് പിന്നെയും കുട്ടിക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കിയാലും പിഴിഞ്ഞ് കളഞ്ഞ് പിന്നെ ചൂട് പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ചെയ്തത്. ചൂട് പിടിച്ച് ലൈറ്റായിട്ട് കേട്ടോ, നല്ല ചൂടിലല്ല, ലൈറ്റായിട്ട് ചൂട് പിടിച്ച് പിന്നെ കളഞ്ഞ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, ക്യാബേജ് കൊണ്ടുവന്നിട്ട് ക്യാബേജ് ലീഫ് മുറിച്ചിട്ട് വെച്ച്. അപ്പം 2 ദിവസമായിട്ട് വെച്ച്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. പക്ഷേ വേദനയൊക്കെ അന്നേരം തന്നെ ആ ഒരു സമയം മാത്രം കേട്ടുണ്ടായത്. അതിന് ശേഷം വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നിർത്തുന്ന ആൾ, ഞാൻ എന്നെപ്പോലത്തെ പൊട്ടത്തരം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം കുട്ടി കുടിച്ച് തൃപ്തി ആയതിന് ശേഷം അവരായിട്ട് ഒഴിവാക്കുമല്ലോ, ആ ഒരു സമയത്ത് അതിന് ശേഷം വേണം പോലും നിർത്താൻ. അപ്പം ആ ഒരു സമയത്ത് നിർത്തുന്നതാണ് പോലും നല്ലത് എന്ന് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ചെയ്യുക. ആരും വേദന സഹിച്ച് നിൽക്കണ്ട. ചില ആൾക്കാർ പറയും ആ വേദന ഉണ്ടാവും, ആ വേദന അങ്ങനെ പോകും എന്നൊക്കെ. അപ്പോൾ അത് സഹിക്കാൻ കഴിയില്ല, അത്ര വേദന ഉണ്ടായിന് എനിക്ക്. ചില ആൾക്കാർ പറയുന്നത് അത്ര വലിയ വേദന ഒന്നും ഇല്ലയെന്ന്. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഉണ്ടായത്. ഞാനത് ശ്രദ്ധിക്കായിട്ടാണ്. ഞാൻ പിന്നെ മോള് കുടിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയിട്ടില്ല എന്താ ആവാന്നുള്ളത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് നിർത്താൻ ഉദ്ദേശിച്ച് ചില ആളൊക്കെ എങ്ങനെയാണ് നിർത്തുക, എന്താ ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഉലുവപ്പൊടി ഉണ്ടായിരുന്നു. ഉലുവ ഇളക്കിയിട്ട് ജസ്റ്റ് തേച്ചായിരുന്നു. ഞാൻ ബാബുച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക. അപ്പോൾ ബാബുച്ചി വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടി കണ്ടിട്ട് കുടിച്ചിട്ടില്ല. പിന്നെ ചോദിക്കുമ്പോൾക്ക് കാപ്പിപ്പൊടി ഉണ്ടായിന്. അപ്പോൾ അത് എടുത്തിട്ട് വരട്ടിയിട്ട് ഞാൻ പറഞ്ഞു അതിന് മോളെ പറഞ്ഞുതരും. അത് ജസ്റ്റ് പിന്നെ വിട്ട്. പിന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് വേദന ഉണ്ട് മോളെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുതരും. അത് പിന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ
കുടിക്കാൻ വരില്ല, ജസ്റ്റ് ചോദിക്കും എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ചോദിക്കും, നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേദന ആകുന്നതിന് പറഞ്ഞിട്ട് നിർത്തിക്കുക. അത് പിന്നെ ഓട്ടോമാറ്റിക്ക് നിൽക്കും തോന്നുന്നു. ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെപ്പോലത്തെ പൊട്ടത്തരം ആരും ചെയ്യരുത്. പെട്ടെന്ന് ഒരിക്കലും നിർത്തരുത്. ഇതുപോലെ ചെയ്യുക. ചൂട് പിടിച്ച് കുറച്ച് കളഞ്ഞതിന് ശേഷം ആ വേദന സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാവരും പറയും സഹിക്കണമെന്നൊക്കെയാണ്, അങ്ങനെ ഒന്നും സഹിക്കണ്ട. അപ്പോൾ അത് ചെയ്യുക ഇൻഷാ അല്ലാ.